നമസ്കാരം. ചിലപ്പോൾ നമ്മൾ എത്ര സ്നേഹിച്ചാലും പരിഗണിച്ചാലും നമ്മളെ വേണ്ട വിധം മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ടാകാം. നിങ്ങൾ കൂടെയുള്ളപ്പോൾ അതിന്റെ വില അവർക്കറിയില്ലായിരിക്കും. എന്നാൽ നിങ്ങളില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ മാറുമ്പോഴോ അവർക്ക് ആ നഷ്ടബോധം ഉണ്ടാവണം. നിങ്ങളെ വില കുറച്ച് കണ്ടവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്ന 3 പ്രായോഗിക വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം, സ്വയം പ്രതിഫലനം. ഡീപ് ഡൈവ് ഇൻ ടു സെൽഫ് വർത്ത്. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടിയോ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയോ സ്വന്തം ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും കുഴിച്ചു മൂടും. നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരും നിങ്ങളെ ഒരു ഓപ്ഷൻ മാത്രമായേ കാണാൻ തുടങ്ങുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതോ പങ്കാളിയെ സഹായിക്കുന്നതോ മോശമല്ല, പക്ഷേ നീ എപ്പോഴും അവിടെ ഉണ്ടാകുമല്ലോ എന്ന ഒരു തോന്നൽ അവരിൽ ഉണ്ടാകാൻ അനുവദിക്കരുത്. ഉദാഹരണത്തിന്, അയാൾ വിളിക്കുമ്പോൾ എന്ത് ജോലിയാണെങ്കിലും അത് മാറ്റിവെച്ച് ഓടിച്ചെല്ലുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ മൂല്യം കുറയുന്നത്. നിങ്ങളുടെ സ്പേസ് നിങ്ങൾ തന്നെ നിർണയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോബിയോ പഠനത്തിലോ ജോലിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എനിക്ക് നീ ഇല്ലാതെയും തിരക്കുകളുണ്ട്, എന്റേതായ ലോകമുണ്ട് എന്ന പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. ഒരു സ്ത്രീ തന്റെ വ്യക്തിത്വത്തിൽ അഥവാ പേഴ്സണാലിറ്റിയിൽ ആത്മവിശ്വാസം കാണിക്കുമ്പോൾ പുരുഷന് അവളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയേ ഉള്ളൂ. മാറ്റത്തിനുള്ള വഴി എന്താണെന്നറിയുമോ? അയാൾക്ക് വേണ്ടി പരാതി പറയുന്നതും കരയുന്നതും നിർത്തുക. പകരം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിങ്ങളുടെ തന്നെ ചോദിക്കുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളെ നിങ്ങൾ തന്നെ ബഹുമാനിച്ചു തുടങ്ങുന്ന നിമിഷം അയാൾക്ക് നിങ്ങളെ അവഗണിക്കാൻ ഭയം തോന്നുന്നുണ്ടാവും. കാരണം തന്നെക്കാൾ ഉയരത്തിലാണ് നിങ്ങളുടെ മൂല്യമെന്ന് അയാൾക്ക് അപ്പോൾ ബോധ്യപ്പെടും. രണ്ടാമത്തെ രഹസ്യം എന്ന് പറയുന്നത് സൗഹൃദവും ബന്ധങ്ങളും. അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്ന് വ്യക്തിത്വത്തിന്റെ വില സൂക്ഷിക്കുക. പ്രൊട്ടക്ടിങ് യുവർ ഡിഗ്നിറ്റി. പലപ്പോഴും സ്ത്രീകൾ ഒരു ബന്ധത്തിൽ അകപ്പെടുമ്പോൾ തങ്ങൾ അവഗണിക്കുന്നവരോടും മോശമായി പെരുമാറുന്നവരോടും വീണ്ടും വീണ്ടും സംസാരിക്കാനും അവരെ തിരുത്താനും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഓർക്കുക, ചില സമയങ്ങളിൽ സൈലൻസ് ആണ് ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ വില അറിയാത്ത ഇടങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം അനാവശ്യമാണ്. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടാകാം, എന്നാൽ അയാൾ നിങ്ങളെ ഒരു ബാധ്യതയായി കാണുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടിട്ടും അവഗണന നേരിട്ടിട്ടും വീണ്ടും അയാളുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളയുന്നതിന് തുല്യമാണ്. ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഒന്ന് ഫിൽട്ടർ ചെയ്യുക. നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന സൗഹൃദങ്ങളോ നിങ്ങളുടെ സ്നേഹത്തെ മുതലെടുക്കുന്ന ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, അയാൾ നിങ്ങളെ വിളിക്കുമ്പോൾ മാത്രം സംസാരിക്കുക. അനാവശ്യമായ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ അല്ലാതാകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു മൂല്യം വരും. മാറ്റത്തിനുള്ള വഴി, പകരം നിങ്ങളുടെ സമയം നല്ല സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമായി മാറ്റിവെക്കുക. നിങ്ങളുടെ ലോകം അയാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ സന്തോഷമായിരിക്കുന്നത് കാണുമ്പോഴാണ് അയാൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ടാകുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നത് മറ്റൊരാളുടെ തണലിൽ വളരുന്ന ഒന്നാവരുത്. സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ത്രീക്ക് ചുറ്റുമുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റാൻ എളുപ്പമായിരിക്കും. മൂന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത് നഷ്ടബോധം സൃഷ്ടിക്കുന്ന തന്ത്രങ്ങൾ. ദ പവർ ഓഫ് യുവർ ആബ്സെൻസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ മൂല്യം നമ്മൾ ശരിക്കും അറിയുന്നത് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. അതുപോലെ നിങ്ങളെ എപ്പോഴും നിസ്സാരമായി കാണുന്ന ഒരാൾക്ക് നിങ്ങളെ വില മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും ശക്തമായ വഴി നിങ്ങളുടെ ആബ്സെൻസ് ആണ്. ജീവിതമായി കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പങ്കാളി അവഗണിക്കുമ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കാനും കൂടുതൽ മെസ്സേജുകൾ അയക്കാനും എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ച് കരയാനും തുടങ്ങും. ഇത് അയാളെ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുകയേ ഉള്ളൂ. പകരം ഇവിടെയാണ് നിങ്ങൾ പിൻവാങ്ങേണ്ടത്.
അയാൾ പ്രതീക്ഷിക്കാതെ ഒരു നിശബ്ദത പാലിക്കുക. ഉദാഹരണത്തിന്, എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്ന നിങ്ങൾ പെട്ടെന്ന് മിതമായി മാത്രം സംസാരിക്കുക. എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവുകയും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ശീലം മാറ്റുക. നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ് എന്ന് അയാൾക്ക് പെട്ടെന്ന് ഊഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക. നിങ്ങളുടെ ഈ നിശബ്ദതയും മാറ്റവുമാണ് അയാളെ ചിന്തിപ്പിക്കാൻ തുടങ്ങുന്നത്. മുമ്പ് എന്നെ സ്നേഹിച്ചിരുന്ന ആ പഴയ അവൾ എവിടെ എന്ന ചോദ്യം അയാളുടെ ഉള്ളിൽ വരും. നിങ്ങൾ പരാതി പറയാതെയും വഴക്കിടാതെയും സ്വന്തം കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നത് കാണുമ്പോൾ അയാൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം സ്വാഭാവികമായും ഉണ്ടാകും. ഈ സമയം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കായി മാറ്റിവെക്കുക. സ്കിൽ വർദ്ധിപ്പിക്കുകയും ജോലിയിലോ ഹോബികളിലോ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങൾ പഴയതിനേക്കാൾ സുന്ദരിയും ആത്മവിശ്വാസമുള്ളവളുമായി മാറുന്നത് കാണുമ്പോൾ നിങ്ങളെ അവഗണിച്ചതിൽ അയാൾക്ക് വലിയ നഷ്ടബോധം തോന്നും. നിനക്ക് വേണ്ടി കരയാൻ എനിക്ക് സമയമില്ല, എൻ്റെ ജീവിതം ആഘോഷിക്കാൻ എനിക്കൊരുപാടുണ്ട് എന്ന സന്ദേശമാണ് ഇവിടെ നൽകേണ്ടത്. നിങ്ങളുടെ സാന്നിധ്യം അയാൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഇടയ്ക്ക് നിങ്ങളുടെ അഭാവത്തിൽ വിലയും അയാൾ അറിയണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓർക്കുക, സ്നേഹവും ബഹുമാനവും ആരുടെയും കാല് പിടിച്ച് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. അത് നിങ്ങളുടെ അർഹതയാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാത്ത കാലത്തോളം മറ്റാരും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കില്ല. ഈ പറഞ്ഞ 3 കാര്യങ്ങളും സ്വയം മൂല്യം തിരിച്ചറിയുക, അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുക, സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക, ഒരാളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ വില ലോകത്തിനു മുന്നിൽ, പ്രത്യേകിച്ച് നിങ്ങളെ അവഗണിച്ചവർക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കാനാണ്. നിങ്ങൾ കരഞ്ഞു തീർക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതിനു പകരം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി ആ സമയം മാറ്റിവെക്കൂ. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറും. നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർക്ക് നിങ്ങളുടെ അഭാവം ഒരു വലിയ നഷ്ടമായി തോന്നിത്തുടങ്ങും. അന്ന് അവർ നിങ്ങളെ ഓർത്ത് ഖേദിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ ആത്മവിശ്വാസം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സമാനമായ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ആദീസ് ലൈഫ് ഹബ്ബ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.